Assalamu Alaikum. Hello dear students. So we are learning our 6th chapter, nomenclature and nomenclature of organic compounds and isomerism. Okay. So before to enter the chapter, we have to say the dua for knowledge. Rabbi Asr, Wala Tu'asr, Watambim bil Khair, Wabika Nasta'inu, Ya Fatahu, Rabbi Sidini Ilma, Rabbi Sidini Ilma, Rabbi Sidini Ilma. Okay. So today we are going to learn about classification. Okay, classification of hydrocarbons. Okay. So classification of hydrocarbons. Classification of what? Classification of hydrocarbons. Hydrocarbons means what? എന്താ hydrocarbons എന്ന് പറയുന്നത്? പറഞ്ഞേ. So hydrocarbons എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജനും കാർബണും കൂടെ ചേർന്ന് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? So hydrocarbons are, in hydrocarbons there is hydrogen and carbon. Hydrocarbons il endokeyundu? Hydrogen and carbon undu. And today we are going to learn about the classification of hydrocarbons. Hydrocarbons inde classification e kurichana nammal padikkanayittu povunathu. Okay alle? So if carbon carbon bond is only a single bond, there are called saturated hydrocarbons or alkanes. What is alkanes? എന്താ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്? ആൽക്കെയിൻസ് അല്ലെങ്കിൽ എന്താണ്? ആൽക്കെയിൻസിനെ പറയുന്ന മറ്റൊരു പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് ഓർ ഇറ്റ് ക്യാൻ ബി അതർവൈസ് കോൾഡ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. So what is alkane? എന്താ alkane എന്ന് പറയുന്നത്? എന്താ alkane എന്ന് പറയുന്നത്? Have you heard about the term alkane, alkene, alkyne? Okay, so classification of hydrocarbons we just learn. Okay, classification of hydrocarbons ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു alkanes എന്ന് പറഞ്ഞു. alkanes അതായത് ക്ലാസിഫിക്കേഷനിൽ ഹൈഡ്രോകാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വരുന്നതാണ് alkanes എന്ന് പറയുന്നത്. alkanes are otherwise called saturated hydrocarbons. ആൽക്കൈൻസിനെ പറയുന്ന മറ്റൊരു പേരാണെന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മളിപ്പം എന്താ പറയണ്ടേ, കാർബൺ കാർബൺ ബോണ്ട്. ഇപ്പം നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പം CH4 ഇങ്ങനൊരു കാർബൺ കാർബൺ തമ്മിലൊരു ബോണ്ടാണെന്ന് വെച്ചു. അപ്പോൾ ഇതിനിടയിൽ സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉള്ളെങ്കിൽ അത്തരം hydrocarbonsine, if there is only single bond between carbon atoms between the carbon atoms, adinte carbon atoms ine idake single bond aanu varunengil adine parayna perana alkanes ennu parayunnu. So alkanes endaanennu manasilayallo. What is alkanes? Alkanes if carbon carbon bond is only single bond, carbonum carbonum തമ്മിലുള്ള bond single bond ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കാർബണും കാർബണും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആൽക്കെയിൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ആൻഡ് ആൽക്കെയിൻസ് ആർ അതർവൈസ് കോൾഡ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ആൽക്കെയിൻസിനെ പറയുന്ന മറ്റൊരു പേരാണെന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ? സോ ആൽക്കെയിൻസ് യു ഹാവ് ടു കൺസിഡർ ദ സ്പെല്ലിംഗ് നോക്കുക. ആൽക്കെയിൻസ്, കാരണം ഹൈഡ്രോകാർബൺസിൻ്റെ അതർ ക്ലാസിഫിക്കേഷൻസിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ എ ആണ്. ഓക്കെ, അപ്പം കാർബൺ കാർബൺ ബിറ്റ്വീൻ ദ കാർബൺ കാർബൺ ആറ്റംസ് ഇഫ് ദർ അക്വയർസ് സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ആൻഡ് ആ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആർ അതർവൈസ് കോൾഡ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസിനെയാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ആൽക്കീൻ. ആൽക്കീൻ എന്താണ്? ആൽക്കീൻ എന്നുള്ളതാണ്. ആൽക്കീൻ എന്ന് പറയുമ്പം കാർബണിൻ്റെയും ഇടയ്ക്കായിട്ട് ഡബിൾ ബോണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആൽക്കീൻസ് എന്ന് പറയുന്നത്. സോ ഇഫ് ദർ ഈസ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് ദേ ആർ unsaturated hydrocarbons. Among them, those with a double bond are known as alkenes and those with the bonds are triple bonds are known as alkynes. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്താണുള്ളത്? ഇവിടെ ഒരു ഡബിൾ ബോണ്ടാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ എന്താണ്? ഒരു ഡബിൾ ബോണ്ടാണ്. ഇപ്പോൾ ഡബിൾ ബോണ്ട് വരുമ്പോൾ അത് വീണ്ടും മാറും, CH2 എന്നാവും അല്ലേ? കാരണം നമ്മൾ വാലൻസി, കാർബണിൻ്റെ വാലൻസി എഴുതുമ്പോൾ ഇത് ഇപ്പോൾ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ CH2 എന്നുള്ളതാണ്
ഓക്കെ, അതായത് കാർബൺ ബോൺസിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, കാർബൺ ബോൺസിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കാർബൺ ബോണ്ടിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറയാം നമുക്ക്? അത് ആൽക്കീൻസ് ആണ്. ഓക്കെ, ആൽക്കീൻസ്. സ്പെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആൽക്കീൻ, ENE. ആ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഓക്കെ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സ്പെല്ലിംഗ്. ആൽക്കീൻ, ആൽക്കീൻ. ഓക്കെ, അത് എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ ബോണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആൽക്കീൻ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ. ദെൻ തേർഡ് വൺ, ദ അനദർ ക്ലാസിഫിക്കേഷൻ ആൽക്കൈൻസ്. ആൽക്കൈൻസ്, ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പം? അതായത് എന്താണ്? കാർബണിൻ്റെ ഇടയിൽ ബിറ്റ്വീൻ ദ കാർബൺ ആറ്റംസ് ഇഫ് ദർ ഈസ് ട്രിപ്പിൾ ബോണ്ട്, ഇറ്റ് ഈസ് കോൾഡ് ആൽക്കൈൻ. ട്രിപ്പിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് ആൽക്കൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. സിംഗിൾ ബോണ്ട് വരുന്നത്, സിംഗിൾ ബോണ്ട് എന്താണ്? സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണെന്ന് പറയുന്നു. ഇനി ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കോമൺലി നമ്മൾ പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, സോ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സോ യു ഹാവ് ടു ടേക്ക് എ നോട്ട് ബുക്ക് ആൻഡ് ഹൈഡ്രോകാർബൺസ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, സോ here we are learning about the classification of hydrocarbons. Hydrocarbons ന്റെ classification ആണ് നമ്മൾ പഠിക്കുന്നത്. And here we can classify hydrocarbons as alkanes. Okay, നിങ്ങൾ മിസ്സിൻ്റെ കൂടെ പറയുക. Alkanes, alkene and alkyne. Okay, so you have to remember the spelling also. Alkane, Ka, alkene, Ke, and alkyne, Ky. In alkanes, there is only a single bond and it is otherwise called saturated hydrocarbons. Alkanes are otherwise called what? Alkanes are otherwise called saturated hydrocarbons. Then alkene. Alkene, there is double bond and it is double bond and spelling is ENE. Okay, ANE, ENE, YNE. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ആൽക്കെയിൻ ആൽക്കീൻ എന്ന് എഴുതുമ്പോൾ അത് കറക്റ്റായിട്ട് ആ സ്പെല്ലിംഗ് നോക്കി തന്നെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആൽക്കെയിൻ ആൽക്കീൻ ആൽക്കെയിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും. സോ യു ഹാവ് ടു റിമെമ്പർ ദ സ്പെല്ലിംഗ് ഓഫ് ദിസ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, സോ ആൽക്കെയിൻ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻസ്. ANE, ENE, YNE. Okay. And alkanes are otherwise called saturated hydrocarbons. Alkene and alkanes are called unsaturated hydrocarbons. In alkane there is only single bond. In alkene there is double bond. And alkane there is triple bond. Okay, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, സോ ഇതൊരു നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ നെക്സ്റ്റ് in your text there is a table related with this. So we can check the table in page number 98. You can see the table. So നമുക്കത് ടേബിളായിട്ട് തന്നെ വരയ്ക്കാം. ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് മിസ് എല്ലാം ചെയ്യുന്നില്ല, 2-3 എക്സാമ്പിൾസ്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. Number of carbon atoms. In the first row, number of carbon atoms. Then second one, structure of alkane. Structure of alkane. നമ്മൾ ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സിംഗിൾ ബോണ്ട് വെച്ചിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ആൽക്കെയിൻ. ദെൻ കണ്ടൻസ്ഡ് ഫോമുല. കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ചെറുതാക്കി എഴുതത്തില്ല, അതാണ് കണ്ടൻസ്ഡ് ഫോമുല. കണ്ടൻസ്ഡ് ഫോമുല. ദെൻ ദ ലാസ്റ്റ് കോളം ഈസ് മോളിക്കുലാർ ഫോമുല. അതിൻ്റെ മോളിക്കുലാർ ഫോമുലയും നമ്മൾ എഴുതുന്നു. മോളിക്കുലാർ ഫോമുല. മോളിക്കുലാർ ഫോമുല. ഓക്കെ, സോ ഒന്നാമത്തെ നമ്മൾ എഴുതാൻ പോകുന്നത് CH. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇവിടെ എന്താണുള്ളത്? ഇവിടെ സിംഗിൾ ബോണ്ടാണുള്ളത് അല്ലേ? സിംഗിൾ ബോണ്ട് ആകുമ്പം CH. അതായത് ഇതിൻ്റെ ആൽക്കൈൻ്റെ സ്ട്രക്ചർ എങ്ങനെ എഴുതാം? നമുക്ക് CH4 എന്ന് എങ്ങനെ എഴുതുന്നത്? ഇവിടെ സെൻട്രലായിട്ടൊരു C ഉണ്ട്, ബാക്കി 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ? അതായത് 1 2 3 4 CH4 അല്ലേ? സോ കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറയുന്നത് ഇത് ആൽക്കൈൻ്റെ സ്ട്രക്ചറാണ്. കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ്
സ്ട്രക്ചർ ഓഫ് ആൽക്കൈൻ എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്രയാണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഇവിടെ ആണ് എഴുതേണ്ടത്. ഇവിടെ നമ്പർ ഇടുക. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 1 അല്ലേ? 1 ആണ്. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആൽക്കൈൻസ് ഇവിടെയാണ് എഴുതേണ്ടത്. CH. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് CH4. ആൻഡ് വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല? മോളിക്കുലാർ ഫോർമുല ഈസ് ഓൾസോ CH4. മോളിക്കുലാർ ഫോർമുല എന്ത് തന്നെയാണ്? CH4 തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 കാർബൺ ആറ്റം. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 4 ഹൈഡ്രജൻ ആറ്റം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് CH4. സോ നെക്സ്റ്റ് എക്സാമ്പിൾ വി ക്യാൻ കൺസിഡർ സെക്കൻഡ്. രണ്ടാമത്തേതിൽ 2 കാർബൺ ആറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ 2 കാർബൺ ആറ്റംസ് ഇതിൻ്റെ വാലൻസി കംപ്ലീറ്റ് ചെയ്യുക. 1 2 3 4. ഓക്കെ, സോ നിങ്ങൾ എഴുതുമ്പം യു ഹാവ് ടു റിമെമ്പർ വൺ തിങ് ദാറ്റ് കാർബണിന് 4 വാലൻസി പൂർത്തിയായോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ വാലൻസി എങ്ങനെയാണ് നോക്കുന്നത്? ഇത് ഒരു വാലൻസി 4 ആണ്. കാർബൺ ഹാസ് 4 വാലൻസി അല്ലേ? കാർബണിന് എത്ര വാലൻസി? ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ലേൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ അത് കാർബണിൻ്റെ വാലൻസി ഈസ് 4. കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4 ആണ് കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. സോ ഹിയർ ഈ കാർബൺ ചെക്ക് ചെയ്യപ്പെട്ട 2 കാർബൺ ആറ്റംസ് ഉണ്ടല്ലേ? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഈസ് 2. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്, 2 ആണ്. സോ വി ഹാവ് ടു ചെക്ക് ദിസ്. സിയുടെ ഇതായിട്ട് 1 2 ദെൻ 3 4. അപ്പം കാർബൺ 4 വാലൻസി കംപ്ലീറ്റ് ചെയ്തു. ഹിയർ ഓൾസോ സി അല്ലേ? ഇത് ഒന്നും കൂടെ കൂട്ടും. 1 2 3 4. അപ്പം 4 കാർബൺ ആറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എന്താണ്? രണ്ടിലും 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓക്കെ, സോ ഹൗ വി ക്യാൻ റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഒരു കണ്ടൻസ്ഡ് ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. ആൻഡ് വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല? മോളിക്കുലാർ ഫോർമുല എങ്ങനെ എഴുതാം? എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് ഇവിടെ? 2 കാർബൺ ആറ്റംസ് ഉണ്ട്. സോ C2. എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് ഇവിടെ? 6 ഹൈഡ്രജൻ ആറ്റം. 3 3 3 + 3 6. കാർബൺ 2 C2H6 എന്നുള്ളതാണ് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല എഴുതുമ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുലയെ ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഈസ് 2 ആണ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 2 കാർബൺ ആറ്റംസ് എഴുതുക. 2 കാർബൺ ആറ്റംസ് എഴുതുമ്പോഴും എന്ത് ചെയ്യുക? അതിൻ്റെ വാലൻസി കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ 4 ഹൈഡ്രജൻ ആറ്റംസ് ആണ് അവിടെ വരേണ്ടത്. 1 2 3. പിന്നെ ഈ ഒരെണ്ണം കൂടെ നമ്മൾ കൂട്ടും 4. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 1 2 3 അല്ലേ ഉള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കില്ല, പക്ഷേ ഇത് നമ്മൾ 4ാമത്തെ വാലൻസി ആയിട്ട് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ അതുപോലെ തന്നെയാണ് 1 2 3 4. അങ്ങനെ 4 വാലൻസി ഇത് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ വി റൈറ്റ് ദിസ് മോളിക്കുലാർ ഫോർമുല ആൻഡ് കണ്ടൻസ്ഡ് ഫോർമുല ലൈക്ക് ദിസ്. ഓക്കെ, വി ഹാവ് ടു ചെക്ക് അനദർ എക്സാമ്പിൾ. നമുക്ക് വി ക്യാൻ റബ് ദ ബോർഡ്. വി ഹാവ് നോ സ്പേസ്. ഓക്കെ, സോ വി ഹാവ് ടു റബ് ദ ബോർഡ്. So the third one, so നമുക്ക് we have to check the number of carbon is 3. ഇവിടുത്തെ number of carbon atoms എന്ന് പറയുന്നത് 3 ആണ്. 3 വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോകാർബൺസിനെ നെയിം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് 3 കാർബൺ ആറ്റംസ്. 3 കാർബൺ ആറ്റംസ് എഴുതുക. 3 കാർബൺ ആറ്റംസിൻ്റെ വാലൻസി നമ്മൾ ഫില്ല് ചെയ്യണമല്ലോ. ഫില്ല് ചെയ്യണം. അപ്പോൾ എങ്ങനെ? ഹൗ ടു റൈറ്റ് ദ വാലൻസി? വാലൻസി ഈസ് 4. അപ്പോൾ അത് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇവിടെ CH ഓക്കെ അല്ലേ? ഇവിടെ H കാരണം നമ്മൾ ദാണ്ട് ഈ ബാലൻസിൽ ഇത് ഫുള്ളായിട്ട് നോക്കും. കാരണം 1 2 3 4. ഹിയർ ഓൾസോ H. അപ്പം എത്രയായി? 1 2 3. ഇനി ഒരെണ്ണം കൂടെ വേണമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? ഒരെണ്ണം കൂടെ കൊടുക്കുക. സോ സ്ട്രക്ചർ ഓഫ് ആൽക്കൈൻ ഓക്കെ ആയി. സ്ട്രക്ചർ ഓഫ് ആൽക്കൈൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ദെൻ വി ഹാവ് ടു റൈറ്റ് ദ കണ്ടൻസ്ഡ് ഫോർമുല. സോ വി ഹാവ് ടു റൈറ്റ് ദ കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെയാണ് എഴുതുക? ഓക്കെ, CH3. ഇത് നോക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നാണ്ട് CH3. ഇവിടെ എത്രയാ? സെക്കൻഡിൽ 2 ഹൈഡ്രജൻ അല്ലേ ഉള്ള? CH2. ദെൻ CH എത്രയാ? 1 2 3. CH3. ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? എന്തെഴുതുന്നത്? കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്നത്. സോ ലൈക്ക് ദിസ് വി ഹാവ് ടു റൈറ്റ് ദ കണ്ടൻസ്ഡ് ഫോർമുല. ഇതുപോലെയാണ് നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്നത്. മനസ്സിലായല്ലോ? ഹൗ വി റൈറ്റ് ദ കണ്ടൻസ്ഡ് ഫോർമുല? ഫസ്റ്റ് ഓഫ് ഓൾ 1 2 3 CH3. ദെൻ സെൻട്രൽ കാർബണിന് 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉള്ളത്. നമ്മൾ വാലൻസി നോക്കുമ്പോൾ ഇങ്ങനെ നോക്കും, പക്ഷേ നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, CH2 സെൻട്രലിൽ 2 ഹൈഡ്രജൻ ആറ്റമാണ്. ഇനി മൂന്നാമത്തേന് എത്രയാണ്? 1 2 3.
എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? CH3. 3 ഹൈഡ്രജൻ ആറ്റംസ് ആണ് അവിടെ ഉള്ളത്. Okay, so we have to write the molecular formula also. We have to draw the ഇത് വെച്ചിട്ടാണ് നമ്മൾ molecular formula എഴുതേണ്ടത്. So number of carbon atoms 1 2 3 C3. Then 3 3s are the 3 plus 3 plus 2. Okay, so 6 plus 2 8. Okay, it's C3H8. C3H8 എന്നുള്ളതാണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ മിസ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സി അല്ലേ, സിയുടെ എന്താണ് CH3 എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഒരു സി ദെൻ 3 ഹൈഡ്രജൻ ആറ്റംസ്, ഇവിടെ സെൻട്രലായിട്ട് ഒരു കാർബൺ ആറ്റം, 2 ഹൈഡ്രജൻ ആറ്റം, അതുകൊണ്ടാണ് നമ്മൾ CH2 എന്ന് എഴുതിയേക്കുന്നത്. ദെൻ തേർഡ് വൺ, ഇവിടെ ഒരു കാർബൺ ആറ്റം, 3 ഹൈഡ്രജൻ ആറ്റം. ദെൻ വി ഹാവ് ടു റൈറ്റ് CH3. ദെൻ ഹൗ ടു റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല? മോളിക്കുലാർ ഫോർമുല നമ്മൾ ആഡ് ചെയ്യുക 1 2 3 C3. ദെൻ 3 പ്ലസ് 2 പ്ലസ് 3 ഹൈഡ്രജൻ ആറ്റം എത്രയാണ്? ടോട്ടൽ 8 C3H8. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് 4 വരുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ്. 4 വരുമ്പോൾ ഓക്കെ, 4 വരുമ്പോൾ ഹൗ ക്യാൻ റൈറ്റ് ഇഫ് ദ കാർബൺ ആറ്റംസ്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആർ 4. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 4 വരുവാണെങ്കിൽ ഹൗ വി ക്യാൻ റൈറ്റ്? സോ we have, first of all we have to write the number of carbon atoms here. Number of carbon atoms എത്രയുള്ളതാണെന്ന് എഴുതുക. ദെൻ നമ്മൾ എത്ര ഹൈഡ്രജൻ ആറ്റംസ് എന്ന് കൊടുക്കുക. സോ 1 2 3 4. ഇവിടെ നമ്മൾ താണ്ടെ ഇത് രണ്ടും നോക്കുമല്ലോ. സോ 1 2 3 4. ദെൻ 1 2 3 4. 1 2 3 4. So like this we have to if number of carbon atoms are 4, if the number of carbon atoms are 4, then we write the structure of alkane like this. Alkane structure നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. And what about the condensed formula? Condensed formula എങ്ങനെയാണ് എഴുതുക? CH3 CH2 CH2 CH3. Okay, CH3 CH2 CH2 CH3. എങ്ങനെയാ? CH3 ഫസ്റ്റ് എത്രയുള്ളത്? C കഴിഞ്ഞിട്ട് 3 ഹൈഡ്രജൻ ആറ്റം CH3. ദെൻ എത്ര ഹൈഡ്രജൻ ആറ്റം? 2 ഹൈഡ്രജൻ ആറ്റം. 2 ഹൈഡ്രജൻ ആറ്റം അല്ലല്ലോ, 1 2 അല്ലേ? CH2. ദെൻ ദ തേർഡ് കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റമിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ്? 2 ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, സോ CH2. ദെൻ CH3 1 2 3. അപ്പോൾ CH3. So how we can write the molecular formula? So we have to add the number of carbon atoms and number of hydrogen atom. Here C4. Then 3 plus 3 is equal to 6. 6 plus 2 is equal to 8. Then 8 plus 2 is equal to 10. അപ്പം C4H10. So like this we have to നിങ്ങൾ 5ൻ്റെ നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഹൗ ടു റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ആൽക്കെയിൻ ആൻഡ് ദെൻ കണ്ടൻസ്ഡ് ഫോർമുല, മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത്? കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ? സ്ട്രക്ചർ ഓഫ് ആൽക്കെയിൻ തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തിരിച്ചു ഇതിങ്ങനെ എഴുതാം. അതായത് ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ എന്താണ് കണ്ടൻസ്ഡ് ഫോർമുല, ഇൻ യുവർ എക്സാം ദർ ഈസ് ഓൺലി ഗിവൺ ദ കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല മാത്രമേ തരുത്തോളെന്നുണ്ടെങ്കിൽ ഫ്രം ദ കണ്ടൻസ്ഡ് ഫോർമുല യു ക്യാൻ റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ആൽക്കെയിൻ. ഫ്രം ദ കണ്ടൻസ്ഡ് ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല യു ക്യാൻ റൈറ്റ് സ്ട്രക്ചർ ഓഫ് ആൽക്കെയിൻ. കണ്ടൻസ്ഡ് ഫോർമുലയിൽ നിന്നും മോളിക്കുലാർ ഫോർമുലയിൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? സ്ട്രക്ചർ ഓഫ് ആൽക്കെയിൻസും എഴുതാൻ പറ്റും. ഓക്കെ, സോ അപ്പം നമ്മൾ ടുഡേയ്സ് ക്ലാസ് we have learned about what we have learned about the structure of alkane and first of all we have to learn the structure of nomenclature. Okay, so and classification of hydrocarbons. Classification of hydrocarbons, in classification of hydrocarbons there is alkane, alkene and alkane. Okay, നിങ്ങളുടെ book എടുക്കുക, take your notebook and write this classification also and also write this examples എഴുതുക. ഓക്കെ, എന്നിട്ട് if you have any doubt call me. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക, പേഴ്സണലി ചോദിക്കുക. Okay, so in the next class we will learn about the homologous series alkene, alkyne. Okay, so now we can wind up. Thank you. Assalamu Alaikum.